മനസ്സും മസ്തിഷ്കവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. മസ്തിഷ്കം എന്ന് പറയുന്നത് ഒരു അവയവമാണ്, മനസ്സെന്ന് പറയുന്നത് ഒരു അവയവമല്ല. ഇപ്പോൾ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ ഒരു ഹാർഡ്വെയർ ആണ്, ഇൻ്റർനെറ്റ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയറിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സോഫ്റ്റ്വെയറിനെ ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മനസ്സ്, അത് ഈ മസ്തിഷ്കത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. മസ്തിഷ്കം മനസ്സിനാൽ കൂടുതൽ ബലപ്പെടുന്നു. എന്നാൽ ഈ ഹാർഡ്വെയറിന് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിനെ പരിപാലിക്കുന്ന എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സെൻട്രൽ കൺട്രോളിംഗ് യൂണിറ്റാണ് മസ്തിഷ്കം. എന്നാൽ മനസ്സെന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ വിശാലമായ അർത്ഥത്തിൽ അത് ഉപയോഗപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഇന്നത്തെ ലോകം എങ്ങനെയാകുമെന്ന് നമുക്കെല്ലാം അറിയാം, അല്ലേ? ഇൻ്റർനെറ്റിൻ്റെ ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തി നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെയാണ് മനസ്സ്. നാം എന്ന വ്യക്തിയെ ഈ ലോകത്തിനേറെ പരിചയപ്പെടുത്തുന്ന, നമ്മെ ഏറെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു യൂണിറ്റാണ് ഈ മനസ്സ്. മനസ്സിൻ്റെ ആരോഗ്യ പരിപാലനം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ശരീരത്തിൻ്റെ ഈ ഹാർഡ്വെയറിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് നമ്മൾ പൗഡർ ഇടും, കുളിക്കും, പെർഫ്യൂംസൊക്കെ അടിക്കും, ഇങ്ങനെ നല്ല വസ്ത്രങ്ങൾ ധരിക്കും, നല്ല കണ്ണാടി ധരിക്കും, ഇങ്ങനെ സുന്ദരന്മാരായിട്ട് നമ്മളെ തന്നെ പരിപാലിക്കും. എന്നാൽ മനസ്സിൻ്റെ ആരോഗ്യം അത് എങ്ങനെയാണെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. എന്നാൽ അതാണ് നമ്മെ ശക്തരാക്കുന്ന, ഇൻ്റർനെറ്റ് പോലെ ലോകം മൊത്തം നമ്മളെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, വ്യാപിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് മനസ്സ്. ഈ മനസ്സിനെ ശക്തിപ്പെടുത്തണം. വേദപുസ്തകത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുക എന്ന് പലതവണ പറയുന്നുണ്ട്. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ ദൈവവചന ധ്യാനം, പ്രാർത്ഥനകൾ, നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, നല്ല കൂട്ടുകാരോടുകൂടെ സമയം ചിലവാക്കുന്നതിലൂടെ, നല്ല ചിന്തകളിൽ കൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയുന്നതിലൂടെ, നല്ല പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതുകൂടെ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണുന്നതിൽ കൂടെ, ഇങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൂടുതൽ അർത്ഥവത്തായി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചങ്ങലയും അതുപോലെ തന്നെ മാനസികാരോഗ്യ കേന്ദ്രവും വേണം. ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഗുളികകളുണ്ട്, അങ്ങനെയുള്ള ചികിത്സാവിധികളുണ്ട്. മനസ്സ് വലിയ പ്രയാസമായിട്ട് മാറും. അതുകൊണ്ട് ഇതിൻ്റെ ആരോഗ്യ പരിപാലനത്തിനായിട്ട് നമുക്ക് അല്പസമയം എല്ലാ ദിവസവും മാറ്റിവെക്കാം. നല്ല ധ്യാനത്തിന്, നല്ല പ്രാർത്ഥനകൾക്ക്, ദൈവിക ആരാധനയ്ക്ക്, ദൈവവചന ധ്യാനത്തിനൊക്കെ സമയം മാറ്റിവെക്കുമെങ്കിൽ നാം ഏറെ മാനസികമായി ശക്തരായിട്ട് മാറും. അങ്ങനെ നമുക്ക് ലോകത്തിന് നമ്മെ തന്നെ കുറച്ചുകൂടെ പരിചയപ്പെടുത്തുന്നതിന് സാധിക്കും.